ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CET 302 സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ 5th മോഡ്യൂളിലെ സെക്കൻഡ് ലെക്ചറാണ് അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. ബേസിക് കമ്പോണൻസ് ഓഫ് ഡൈനാമിക് സിസ്റ്റം. ഇതാണ് ഒരു ഡൈനാമിക് സിസ്റ്റത്തിന് എക്സാമ്പിൾ. ഒരു ഡൈനാമിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ അതിൽ ഒരു മാസ് കാണും, സ്പ്രിംഗ്, ഒരു ഡാഷ്പോർട്ട്. ഡാഷ്പോർട്ട് എന്ന് പറയുന്നത് ഒരു ഡാമ്പിംഗ് എലമെൻ്റ് ആണ്. ഡാമ്പറാണ് ഡാഷ്പോർട്ട്. ഇതും ഒരു ഡൈനാമിക് സിസ്റ്റമാണ്. ഇതിൽ ഡാമ്പറും സ്പ്രിങ്ങും വെർട്ടിക്കലായിട്ടാണ് മാസിനെ കണക്ട് ചെയ്തിട്ടുള്ളത്. ദെൻ ഒരു ഡൈനാമിക് സിസ്റ്റത്തിലെ ഡിഫറെൻറ്റ് കമ്പോണൻസ് നോക്കാം. ഫസ്റ്റ് വൺ, ആംപ്ലിറ്റ്യൂഡ്. ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓർ ഡിഫോർമേഷൻ ഓഫ് എ വൈബ്രേറ്റിംഗ് സിസ്റ്റം ഫ്രം ഇറ്റ്സ് മീൻ പൊസിഷൻ. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിൻ്റെ മെയിൻ പൊസിഷനിൽ നിന്ന് സംഭവിക്കുന്ന ഡിസ്പ്ലേസ്മെൻറ്റ് അല്ലെങ്കിൽ ഡിഫോർമേഷൻ ആണ് ആംപ്ലിറ്റ്യൂഡ്. സെക്കൻഡ് വൺ, ഡാമ്പിംഗ്. ഇറ്റ് ഈസ് ദ റെസിസ്റ്റൻസ് ടു മോഷൻ ഓഫ് എ വൈബ്രേറ്റിംഗ് ബോഡി. ഒരു വൈബ്രേറ്റിംഗ് ബോഡിയുടെ മോഷൻസിനെ റെസിസ്റ്റ് ചെയ്യുന്നതാണ് ഡാമ്പിംഗ്. ദ വൈബ്രേഷൻ അസോസിയേറ്റഡ് വിത്ത് ദീസ് റെസിസ്റ്റൻസ് ആർ നോൺ എസ് ഡാംപ്ഡ് വൈബ്രേഷൻ. വൈബ്രേഷൻസ് റെസിസ്റ്റൻസുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഡാംപ്ഡ് വൈബ്രേഷൻ. Due to the phenomena, vibrational energy of the system is gradually reduced or amplitude of vibration is slowly decreased. ഡാമ്പിംഗ് കാരണം ഒരു വൈബ്രേഷൻ സിസ്റ്റത്തിലെ എനർജി ഡിക്രീസ് ചെയ്യുന്നു അല്ലെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ഡിക്രീസ് ചെയ്യുന്നു. ഡാമ്പിങ്ങിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ പെർ സെക്കൻഡ്. തേർഡ് വൺ, റെസൊണൻസ്. ഫ്രീക്വൻസി ഓഫ് എക്സ്റ്റേണൽ ഫോഴ്സ് ഈസ് ഈക്വൽ ടു ഓർ മാച്ച് വിത്ത് വൺ ഓഫ് ദി നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് വൈബ്രേറ്റിംഗ് സിസ്റ്റം. ഒരു വൈബ്രേറ്റിംഗ് സിസ്റ്റത്തിലെ നാച്ചുറൽ ഫ്രീക്വൻസിയും എക്സ്റ്റേണൽ ഫോഴ്സിൻ്റെ ഫ്രീക്വൻസി ഈക്വൽ ആണെങ്കിൽ അത് റെസൊണൻസ്. ഫോർത്ത് വൺ, മാസ് എലമെൻറ്റ്. ഇറ്റ് റെപ്രസെൻറ്റിംഗ് ദ മാസ് ആൻഡ് ഇനിഷ്യൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ മാസിനെയാണ് മാസ് എലമെൻറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഫിഫ്ത്ത് വൺ, സ്പ്രിംഗ് എലമെൻറ്റ്. സ്പ്രിംഗ് എലമെൻറ്റ് റെപ്രസെൻറ്റിംഗ് ഇലാസ്റ്റിക് റീസ്റ്റോറിംഗ് ഫോഴ്സ് ആൻഡ് പൊട്ടൻഷ്യൽ എനർജി കപ്പാസിറ്റി ഓഫ് ദി സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൻ്റെ പൊട്ടൻഷ്യൽ എനർജി കപ്പാസിറ്റിയും ഇലാസ്റ്റിക് റീസ്റ്റോറിംഗ് ഫോഴ്സും ആണ് സ്പ്രിംഗ് എലമെൻറ്റ് കൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഡാഷ്പോർട്ട് റെപ്രസെൻറ്റിംഗ് ദ ഫ്രിക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് എവറി ലോഡ് ഓഫ് ദി സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിലെ എല്ലാ ലോഡും ഫ്രിക്ഷണൽ ക്യാരക്ടറിസ്റ്റിക്സും ഡാഷ്പോർട്ട് റെപ്രസെൻറ്റ് ചെയ്യും. എക്സിറ്റേഷൻ ഫോഴ്സ്. ഇറ്റ് റെപ്രസെൻറ്റ്സ് എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ടിങ് ഓൺ എ സ്ട്രക്ചർ. ഒരു സ്ട്രക്ചറിൽ ആക്ട് ചെയ്യുന്ന എക്സ്റ്റേണൽ ഫോഴ്സസ് ആണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അടുത്ത് നോക്കാൻ പോകുന്നത് സ്പ്രിംഗ് മാസ് സിസ്റ്റം. സ്പ്രിംഗ് മാസ് സിസ്റ്റം മെയിൻലി ഫോർ. ഫസ്റ്റ് വൺ, ഫ്രീ വൈബ്രേഷൻ. ഫ്രീ വൈബ്രേഷൻ്റെ കേസിൽ ഒരു മാസ് സ്പ്രിംഗ് മാത്രമായിരിക്കും അറ്റാച്ച് ചെയ്തിട്ടുണ്ടാകുക. ദെൻ സെക്കൻഡ് വൺ, ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഫോഴ്സ്ഡ് വൈബ്രേഷൻ കേസിൽ ഒരു സ്പ്രിംഗ് അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, അതുകൂടാതെ എക്സ്റ്റേണൽ ഫോഴ്സും കാണും. തേർഡ് വൺ, ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. ഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ കേസിൽ ഒരു മാസ് ഡാമ്പറും സ്പ്രിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ടായിരിക്കും, എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ല. ഫോർത്ത് വൺ, ഡാംപ്ഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ. ഡാംപ്ഡ് ഫോഴ്സ് വൈബ്രേഷൻ്റെ കേസിൽ ഒരു ഡാമ്പറും സ്പ്രിങ്ങും മാസുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്, കൂടാതെ ഒരു എക്സ്റ്റേണൽ ഫോഴ്സും കാണും. നെക്സ്റ്റ് ടൈപ്പ് ഓഫ് വൈബ്രേഷൻസ്: ഫ്രീ ആൻഡ് ഫോഴ്സ്ഡ് വൈബ്രേഷൻ, ലീനിയർ ആൻഡ് നോൺ ലീനിയർ വൈബ്രേഷൻ, damped and undamped vibration, longitudinal, transverse and torsional vibration. ഫ്രീ വൈബ്രേഷനിലെ ഫസ്റ്റ് കണ്ടീഷൻ അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ. അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷനിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന സിസ്റ്റം 1 ഡിഗ്രി ഫ്രീഡം സിസ്റ്റമാണ്. സോ 1 ഡിഗ്രി ഫ്രീഡം സിസ്റ്റം കൺസിഡർ ചെയ്യുമ്പോൾ അൺഡാംപ്ഡ് ഫ്രീ വൈബ്രേഷൻ കണ്ടീഷനിൽ അവിടെ ഡാമ്പിംഗ് ഫോഴ്സസ് ഒന്നും വരില്ല, കൂടാതെ എക്സ്റ്റേണൽ ഫോഴ്സസ് ആക്ട് ചെയ്യില്ല. ഫ്രീ വൈബ്രേഷൻ കേസ് നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ 2 ലോസ് അറിഞ്ഞിരിക്കണം. ഒന്ന് ന്യൂട്ടൺ സെക്കൻഡ് ലോയും 2 ഡി ആലംബർട്ട്സ് പ്രിൻസിപ്പിൾ. ഫസ്റ്റ്, ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ. ന്യൂട്ടൺ സെക്കൻഡ് ലോ ഓഫ് മോഷൻ: ദ റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് മൊമെൻറ്റം ഈസ് പ്രപ്പോർഷണൽ ടു ഇംപ്രസ്ഡ് ഫോഴ്സ് ആൻഡ് ടേക്ക് പ്ലേസ് ഇൻ ദി ഡയറക്ഷൻ ഇൻ ദി ഫോഴ്സ് ആക്ട്. ചേഞ്ച് ഇൻ മൊമെൻറ്റിന് ഡയറക്ട്ലി പ്രപ്പോർഷണൽ ആയിരിക്കും ഇംപ്രസ്ഡ് ഫോഴ്സ്. ഫോഴ്സ് ആക്ട് ചെയ്യുന്ന സെയിം ഡയറക്ഷനിലായിരിക്കും ഇത് ഒക്കർ ചെയ്യുന്നത്. ഇവിടെ 2 മാസ് സിസ്റ്റമാണ് കാണുന്നത്. ഫസ്റ്റ് വൺ വെർട്ടിക്കൽ സിസ്റ്റവും സെക്കൻഡ് വൺ ഹൊറിസോണ്ടൽ മാസ് സിസ്റ്റവും. കൺസിഡർ സ്പ്രിംഗ് മാസ് സിസ്റ്റം ഓഫ് ദി ഫിഗർ വിച്ച് ഈസ് അസ്യൂംഡ് ടു ബി മൂവ് എലോങ് ദി വെർട്ടിക്കൽ ഡയറക്ഷൻ. വെർട്ടിക്കൽ ഡയറക്ഷനിൽ മൂവ് ചെയ്യുന്ന ഒരു സ്പ്രിംഗ് മാസ് സിസ്റ്റം കൺസിഡർ ചെയ്യുക. ഈ സിസ്റ്റം 1 ഡിഗ്രി ഫ്രീഡം സിസ്റ്റമാണ്.
ദെൻ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ചിരിക്കുന്നതാണ് കാണുന്നത്. ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആൻഡ് സ്റ്റിഫ്നെസ് ഇൻറ്റു ഡിസ്പ്ലേസ്മെൻറ്റ്. ഡിസ്പ്ലേസ്മെൻറ്റ് ഡയറക്ഷന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിരിക്കും ഈ ഫോഴ്സസ് ആക്ട് ചെയ്യുന്നത്. ദെൻ എക്സ് മാസ് സിസ്റ്റം മൂവ് ചെയ്യുന്ന ഡയറക്ഷൻ, എം മാസ് ആണ്, എക്സ് ഡബിൾ ഡോട്ട് ആക്സിലറേഷൻ, കെ എന്ന് പറയുന്നത് സ്റ്റിഫ്നെസ് ആണ്, കെ എക്സ് എന്ന് പറയുന്നത് സ്പ്രിംഗ് ഫോഴ്സ് ആണ്. സ്പ്രിംഗ് ഫോഴ്സ് എഫ് എസ് എന്നും ഇനേർഷ്യ ഫോഴ്സായ എം എക്സ് ഡബിൾ ഡോട്ട് എഫ് ഐ എന്നും റെപ്രസെൻറ്റ് ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇക്വിലിബ്രിയം കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എഫ് എസ് പ്ലസ് എഫ് ഐ ഈക്വൽ ടു 0. ദെൻ എഫ് എസിന് കെ എക്സ് എന്നും എഫ് ഐക്ക് എം എക്സ് ഡബിൾ ഡോട്ടും എന്ന വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ കെ എക്സ് പ്ലസ് എം എക്സ് ഡബിൾ ഡോട്ട് ഈക്വൽ ടു 0. D'Alembert's principle. D'Alembert's principle states that a system may be in dynamic equilibrium by adding to the external force as an imaginary force, which is commonly known as inertia force. D'Alembert's principle പറയുന്നത് ഒരു സിസ്റ്റം ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെങ്കിൽ എല്ലാ എക്സ്റ്റേണൽ ഫോഴ്സസ് ആഡ് ചെയ്യണം. എക്സ്റ്റേണൽ ഫോഴ്സസ് എന്ന് പറയുന്നത് ഇമാജിനറി ഫോഴ്സസ് ആയിരിക്കും. ഈ ഫോഴ്സസിനെ ഇനേർഷ്യ ഫോഴ്സ് എന്നാണ് പറയുന്നത്. യൂസിങ് D'Alembert's principle to bring the body to a dynamic equilibrium position, the inertia force mx double dot is to be added in direction opposite to the direction of force. D'Alembert's principle കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യുമ്പോൾ ഒരു ബോഡി ഡൈനാമിക് ഇക്വിലിബ്രിയം കണ്ടീഷനിലാണെന്ന് സപ്പോസ് അസ്യൂം ചെയ്യുക. അങ്ങനെയാണെങ്കിൽ ഇനേർഷ്യ ഫോഴ്സ് എം എക്സ് ഡബിൾ ഡോട്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന ഫോഴ്സുമായിട്ട് ആഡ് ചെയ്യുക. കൺസിഡർ ദ ഫിഗർ. ഇത് ഒരു മാസ് സിസ്റ്റമാണ്. ഒരു മാസ് സ്പ്രിംഗ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. സ്പ്രിങ്ങിന് സ്കെയിൽ ഫ്രീ ബോഡി ഡയഗ്രാം വരയ്ക്കുമ്പോൾ ഇനേർഷ്യ ഫോഴ്സ് എം എക്സ് ഡബിൾ ഡോട്ട് സ്റ്റിഫ്നെസ് ഫോഴ്സ് കെ എക്സ് ആക്ട് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ മാസ് മൂവ് ചെയ്യുന്നത് അതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. ഇക്വിലിബ്രിയം കണ്ടീഷൻ കൺസിഡർ ചെയ്യുമ്പോൾ സിഗ്മ എഫ് എക്സ് ഈക്വൽ ടു 0. രണ്ട് ഫോഴ്സാണ് ആക്ട് ചെയ്യുന്നത്. ഇനേർഷ്യ ഫോഴ്സായ എം എക്സ് ഡബിൾ ഡോട്ട് ആൻഡ് സ്റ്റിഫ്നെസ് ഫോഴ്സ് കെ എക്സ്. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. മാസ് എം ഇക്വേഷൻ ഫുൾ ഡിവൈഡ് ചെയ്യുമ്പോൾ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ ബൈ എം ഇൻറ്റു എക്സ് ഈക്വൽ ടു 0. കൺസിഡർ ആസ് ഇക്വേഷൻ 2. നമുക്കറിയാം ഒമേഗ എൻ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം. ദെൻ ഒമേഗ എൻ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. ദെൻ ഇക്വേഷൻ 2 കൺസിഡർ ചെയ്യുമ്പോൾ കെ ബൈ എമ്മിൻ്റെ സ്ഥാനത്ത് ഒമേഗ എൻ സ്ക്വയർ വരും. അങ്ങനെയാണെങ്കിൽ ഇക്വേഷൻ എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് ഒമേഗ എൻ സ്ക്വയർ എക്സ് ഈക്വൽ ടു 0 എന്ന് മാറും. ദെൻ ഇക്വേഷൻ 1 കൺസിഡർ ചെയ്യുമ്പോൾ എന്തായിരുന്നു ഇക്വേഷൻ 1? എം എക്സ് ഡബിൾ ഡോട്ട് പ്ലസ് കെ എക്സ് ഈക്വൽ ടു 0. ഇങ്ങനെ സൂചിപ്പിക്കുന്ന ഫാക്ടർ സി ആണ്. അങ്ങനെയാണെങ്കിൽ സി ഈക്വൽ ടു 0 അൺഡാംപ്ഡ് കണ്ടീഷൻ ആണ്. ദെൻ ഫ്രീ വൈബ്രേഷൻ കാണിക്കുന്ന ടേം പി ഓഫ് ടി ആണ്. പി ഓഫ് ടി ഈക്വൽ ടു 0. ദെൻ നമുക്കറിയാം ഒമേഗ സ്ക്വയർ ഈക്വൽ ടു കെ ബൈ എം, ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. അല്ലെങ്കിൽ നമുക്ക് ഫ്രീക്വൻസിയുടെ ടേമിൽ ഒമേഗയ്ക്ക് ഒരു വാല്യൂ അറിയാം. എന്താണ്? 2πf. ദെൻ ഫ്രീക്വൻസി എന്തായിരുന്നു? 1 ടൈം പീരീഡ്. ആക്സിലറി ഇക്വേഷൻ എന്തായിരിക്കും? ഡി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0, ഡി സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഒമേഗ സ്ക്വയർ. ദെൻ ഡിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് ഒമേഗ ഐ. ദെൻ ഓക്സിലറി ഇക്വേഷനായ ഡി സ്ക്വയർ പ്ലസ് ഒമേഗ സ്ക്വയർ ഈക്വൽ ടു 0 എന്ന ഇക്വേഷനിലെ ഇമാജിനറി റൂട്ട് എന്തായിരിക്കും? x12 ഈക്വൽ ടു ആൽഫ പ്ലസ് ഐ ബീറ്റ. ദെൻ കോംപ്ലിമെൻ്ററി ഫംഗ്ഷൻ ഇ റൈസ് ടു ആൽഫ ടി ഇൻറ്റു എ കോസ് ബീറ്റ ടി പ്ലസ് ബി സൈൻ ബീറ്റ ടി. സൊല്യൂഷൻ എന്തായിരിക്കും? എക്സ് ഓഫ് ടി ഈക്വൽ ടു എ കോസ് ഒമേഗ ടി പ്ലസ് ബി സൈൻ ഒമേഗ ടി. ഇക്വേഷൻ നമ്പർ 3. ദെൻ ഇക്വേഷൻ 3ക്ക് രണ്ട് ബൗണ്ടറി കണ്ടീഷനാണ് ഉള്ളത്. ഫസ്റ്റ് എന്താണ്? ടൈം ടി ഈക്വൽ ടു 0, ദെൻ എക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു എക്സ് നോട്ട്. അതുപോലെ സെക്കൻഡ് കണ്ടീഷൻ എന്താണ്? ടൈം ടി ഈക്വൽ ടു 0, ദെൻ എക്സ് ഡോട്ട് ഈക്വൽ ടു എക്സ് 0 ഡോട്ട്. ഇക്വേഷൻ 3ൽ ഫസ്റ്റ് കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എന്തോ ആയിരിക്കും? ടൈം ടി 0 ആണ്. ദെൻ ഒമേഗ ടിയുടെ സ്ഥാനത്ത് ടിക്ക് വാല്യൂ 0 കൊടുക്കും. അതുപോലെ എക്സിൻ്റെ സ്ഥാനത്ത് എക്സ് 0 കൊടുക്കും. ഇവിടെ എക്സ് ഓഫ് ടിയുടെ സ്ഥാനത്ത് എക്സ് 0 ഈക്വൽ ടു ടിക്ക് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ കോസ് 0 പ്ലസ് ബി സൈൻ 0 വരും. ഇതിൽ സൈൻ 0 വന്നാൽ 0 ആണ്. കോസ് 0 1. സോ
എക്സ് ഓഫ് 0 ഈക്വൽ ടു എ എന്നൊരു വാല്യൂ കിട്ടും. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യേണ്ടത് തേർഡ് ഇക്വേഷൻ്റെ ഡെറിവേറ്റീവായ ഇക്വേഷനാണ്. സോ തേർഡ് ഇക്വേഷൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ എക്സ് ഡോട്ട് ഈക്വൽ ടു എ ഒമേഗ മൈനസ് സൈൻ ഒമേഗ ടി പ്ലസ് ബി ഒമേഗ കോസ് ഒമേഗ ടി എന്നൊരു ഇക്വേഷൻ കിട്ടും. ആ ഇക്വേഷനിൽ സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യണം. സെക്കൻഡ് ബൗണ്ടറി കണ്ടീഷൻ അപ്ലൈ ചെയ്യുമ്പോൾ എക്സ് ഡോട്ട് എന്ന പോയിന്റിൽ എക്സ് ഡോട്ട് 0 വരും. ടിക്ക് 0 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എ ഒമേഗ സൈൻ 0 പ്ലസ് ബി ഒമേഗ കോസ് 0 എന്ന് വരും. ഇതിൽ സൈൻ 0 0 ആണ്, കോസ് 0 1. സോ x0 ഡോട്ടിന് ബി ഒമേഗ എന്നൊരു വാല്യൂ കിട്ടും. ദെൻ ബിയുടെ വാല്യൂ എന്തായിരിക്കും? x0 ഡോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ. അടുത്ത സ്റ്റെപ്പ് നമുക്ക് കിട്ടിയ എയുടെയും ബിയുടെയും വാല്യൂ ഇക്വേഷൻ 3യിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ഈക്വൽ ടു x0 കോസ് ഒമേഗ ടി പ്ലസ് x0 ഡോട്ട് ബൈ ഒമേഗ സൈൻ ഒമേഗ ടി, വെയർ ഒമേഗ ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. മാസ് എമ്മിൻ്റെ യൂണിറ്റ് കിലോഗ്രാം, ദെൻ സ്റ്റിഫ്നെസ് കെയുടെ യൂണിറ്റ് ന്യൂട്ടൺ പെർ മീറ്റർ. തൊട്ട് മുന്നേ കണ്ട ഇക്വേഷൻ എന്തായിരുന്നു? എക്സ് ഈക്വൽ ടു x0 കോസ് ഒമേഗ ടി പ്ലസ് x0 ഡോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ സൈൻ ഒമേഗ ടി ആയിരുന്നു. ഇതിൽ ഒമേഗയുടെ സ്ഥാനത്ത് പിയും x0 ഡോട്ടിൻ്റെ സ്ഥാനത്ത് v0യും കൊടുക്കും. എക്സ് ഡോട്ട് 0 എന്ന് പറയുന്നത് വെലോസിറ്റി ആണ്, അതുകൊണ്ടാണ് v0 എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തത്. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇക്വേഷൻ എക്സ് ഓഫ് ടി ഈക്വൽ ടു x0 കോസ് പി ടി പ്ലസ് v0 ബൈ പി സൈൻ പി ടി. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് എക്സ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ, സി ആംപ്ലിറ്റ്യൂഡ് ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി. ദെൻ ആംപ്ലിറ്റ്യൂഡ് സി കാൽക്കുലേറ്റ് ചെയ്യുന്നത് റൂട്ട് x0 സ്ക്വയർ പ്ലസ് x0 ഡോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ സ്ക്വയർ. x0 എന്തോ ആണ്? ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ്, x0 ഡോട്ട് ഇനിഷ്യൽ വെലോസിറ്റി. ദെൻ x0 ഡോട്ടിന് വെലോസിറ്റി, ഇനിഷ്യൽ വെലോസിറ്റി v0 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആംപ്ലിറ്റ്യൂഡ് സി ഈക്വൽ ടു റൂട്ട് x0 സ്ക്വയർ പ്ലസ് v0 ഡിവൈഡഡ് ബൈ ഒമേഗ ഹോൾ സ്ക്വയർ. ഒരു റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കൺസിഡർ ചെയ്ത് ഈ ആംഗിൾ ആൽഫ എന്നും ഇത് ബീറ്റ, ദെൻ സൈഡ്സ് ബേസ് x0 സ്ക്വയർ ഒമേഗ, ഓൾട്ടിറ്റ്യൂഡ് x0, ദെൻ ഹൈപ്പോട്ന്യൂസ് സി എന്നും എടുത്താൽ ആൽഫ ഈക്വൽ ടു x0 ഡിവൈഡഡ് ബൈ x0 ഡോട്ട് ഹോൾ ഡിവൈഡഡ് ബൈ ഒമേഗ. ദെൻ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് x0 ഡിവൈഡഡ് ബൈ x0 ഡോട്ട് ഡിവൈഡഡ് ബൈ ഒമേഗ. സ്പ്രിങ്സ്. യൂഷ്വലി സ്പ്രിങ്സ് രണ്ട് രീതിയിലാണ് കണക്ട് ചെയ്യുന്നത്, സീരീസ് ആൻഡ് പാരലൽ. ഫസ്റ്റ് സീരീസ് സിസ്റ്റം നോക്കാം. ഫസ്റ്റ് ഫിഗറാണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് സിസ്റ്റം. സ്പ്രിംഗ് സിസ്റ്റത്തിൻ്റെ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് 1/k ഈക്വൽ ടു 1/k1 പ്ലസ് 1/k2. ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് k1, സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് k2. ഈ കാണുന്നതാണ് സ്പ്രിങ്സ് പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്പ്രിംഗ് മാസ് സിസ്റ്റം. ഇതിൽ ഫസ്റ്റ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് k1, സെക്കൻഡ് സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് k2. ദെൻ ഇക്വലൻറ്റ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ k ഈക്വൽ ടു k1 പ്ലസ് k2. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡിറ്റർമൈൻ ദ നാച്ചുറൽ ഫ്രീക്വൻസി ഓഫ് ദ സിസ്റ്റം ഷോൺ ഇൻ ഫിഗർ consisting of the weight of 50 Newton attached to a cantilever through spring K2 equal to 20 Newton per meter. The cantilever cross section is 200 by 300 mm. Young's modulus E equal to 2.5 into 10 raised to 5 megapascal, L equal to 2 meter. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫിഗർ. ഇതൊരു കാൻഡിലിവർ ബീമിൽ ഒരു സ്പ്രിങ് യൂസ് ചെയ്ത് മാസ് കണക്ട് ചെയ്തിട്ടുള്ള സിസ്റ്റമാണ്. ദെൻ കാൻഡിലിവർ ബീമിലെ ലെങ്ത് തന്നിട്ടുണ്ട് L, സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് തന്നിട്ടുണ്ട് K2, ദെൻ മാസ് തന്നിട്ടുണ്ട്. നമുക്ക് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കേണ്ടത് എന്തായിരുന്നു? നാച്ചുറൽ ഫ്രീക്വൻസി ആണ്. നാച്ചുറൽ ഫ്രീക്വൻസി ഒമേഗ n ഈക്വൽ ടു റൂട്ട് കെ ബൈ എം. ഇതിൽ K സ്റ്റിഫ്നെസ് ആണ്, M മാസ് ആണ്. ക്വസ്റ്റ്യനിൽ സ്പ്രിങ്ങിൻ്റെ സ്റ്റിഫ്നെസ് ആയ K2 തന്നിട്ടുണ്ടായിരുന്നു. അപ്പം K2 എന്ന് മെൻഷൻ ചെയ്തത് കൊണ്ട് തന്നെ തന്നിട്ടുള്ള ഫിഗറിൽ K1 എന്നൊരു സ്റ്റിഫ്നെസ് കൂടി വരുന്നുണ്ട്. സോ നമുക്ക് എഫക്റ്റീവ് സ്റ്റിഫ്നെസ് K കാൽക്കുലേറ്റ് ചെയ്യണം. നമുക്ക് K1 കാൽക്കുലേറ്റ് ചെയ്യാൻ ഇക്വേഷൻ അറിയാം, P ബൈ ഡെൽറ്റ. ഡെൽറ്റയുടെ ഇക്വേഷൻ എന്താണ്? PL³ ബൈ 3EI. ദെൻ K1 ചെയ്യുമ്പോൾ P ബൈ ഡെൽറ്റയുടെ സ്ഥാനത്ത് PL³ ബൈ 3EI സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ K1ൻ്റെ ഇക്വേഷൻ
3EI/L³ ആയിട്ട് മാറും. ദെൻ K1 ഈക്വൽ ടു 3EI/L³ എന്ന ഇക്വേഷനിൽ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 2.5 ഇൻറ്റു 10⁵ ഹോൾ ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 10⁵ ഹോൾ ക്യൂബ്. ദെൻ ഇതിൽ ഐയുടെ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യുന്നത് BD³/12, B 200 ഇൻറ്റു D 300³ ഹോൾ ഡിവൈഡ് ബൈ 12. സോൾവ് ചെയ്യുമ്പോൾ 45 ഇൻറ്റു 10⁻⁷ mm⁴. ദെൻ K1 സോൾവ് ചെയ്യുമ്പോൾ 9.375 ഇൻറ്റു 10⁻⁻⁵ Nm/m. ഐയുടെ സ്ഥാനത്ത് വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 9.375 ഇൻറ്റു 10⁻⁻⁵ ഇൻറ്റു 45 ഇൻറ്റു 10⁻⁷. സോൾവ് ചെയ്യുമ്പോൾ 42187.5 Nm/mm. Nm/m കൺവേർട്ട് ചെയ്യുമ്പോൾ 42187.5 ഇൻറ്റു 10⁻³ Nm/m. ദെൻ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് K കാൽക്കുലേറ്റ് ചെയ്യുന്നത് നോക്കാം. ഇതൊരു സീരീസ് കണക്ഷൻ ആണ്. സോ സീരീസ് കണക്ഷൻ്റെ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ 1/K ഈക്വൽ ടു 1/K1 പ്ലസ് 1/K2. കെയുടെ വാല്യൂ സോൾവ് ചെയ്യുമ്പോൾ K ഈക്വൽ ടു K1 ഇൻറ്റു K2 ഡിവൈഡഡ് ബൈ K1 പ്ലസ് K2. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 20 Nm/m. ഇനി നമുക്കറിയേണ്ടത് മാസ് ആണ്. ക്വസ്റ്റ്യനിൽ വെയിറ്റ് തന്നിട്ടുണ്ട്. ദെൻ മാസ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് വെയിറ്റ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വെയിറ്റ് അറിയാം 50 ഡിവൈഡഡ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി 9.81. ദെൻ മാസ് 15 ഡിവൈഡ് ബൈ 9.81 കിലോഗ്രാം. ദെൻ നമുക്കിനി നാച്ചുറൽ ഫ്രീക്വൻസി ω_n കാൽക്കുലേറ്റ് ചെയ്യാം. നാച്ചുറൽ ഫ്രീക്വൻസി ω_n കാൽക്കുലേറ്റ് ചെയ്യുന്ന ഇക്വേഷൻ √K/m. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √20/15 ഇൻറ്റു 9.81. സോൾവ് ചെയ്യുമ്പോൾ 1.98 rad/second. Second question, calculate the natural frequency in sides wave and natural period of the vibration for the frame shown in figure. If the initial displacement 25 mm and initial velocity 25 mm per second, what is the amplitude and displacement at time t equal to 1 second? Weight of the beam equal to 30 into 10⁶ Newton. EIAB equal to EICD equal to 30 into 10⁻12 megapascal. ഇതാണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ള ഫ്രെയിം ABCD. ദെൻ AB എന്ന മെമ്പറിലെ ലെങ്ത് അറിയാം 1000 മീറ്റർ, CD എന്ന മെമ്പറിലെ ലെങ്ത് 800 മീറ്റർ. ദെൻ ABയിലെ സ്റ്റിഫ്നെസ് K1, CDയിലെ സ്റ്റിഫ്നെസ് K2. ബീം BCയിലെ വെയിറ്റ് തന്നിട്ടുണ്ട് 30 into 10⁶ Newton. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് 25 mm തന്നിട്ടുണ്ട്. ഇനിഷ്യൽ വെലോസിറ്റി 25 mm per second. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനുള്ളത് ഡിസ്പ്ലേസ്മെൻറ്റ് ആൻഡ് ആംപ്ലിറ്റ്യൂഡ് ആണ്. അറ്റ് ടൈം t ഈക്വൽ ടു 1 second. സൊല്യൂഷൻ നോക്കാം. നമുക്ക് ഫ്രെയിമിലെ കോളം മെമ്പേഴ്സായ ABയിലെയും CDയിലെയും സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യണം. കോളത്തിലെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ K ഈക്വൽ ടു 12EI ഡിവൈഡഡ് ബൈ L³. ദെൻ ഫസ്റ്റ് മെമ്പറായ ABയിലെ സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ K1 ഈക്വൽ ടു 12 ഇൻറ്റു 30 ഇൻറ്റു 10⁻12 ഹോൾ ഡിവൈഡഡ് ബൈ 1000³. സോൾവ് ചെയ്യുമ്പോൾ 36 ഇൻറ്റു 10⁻4 Nm/m. ദെൻ സെക്കൻഡ് കോളം മെമ്പറായ CDയിലെ സ്റ്റിഫ്നെസ് K2 കാൽക്കുലേറ്റ് ചെയ്യാൻ K2 ഈക്വൽ ടു 12 ഇൻറ്റു 30 ഇൻറ്റു 10⁻12 ഡിവൈഡ് ബൈ 800². സോൾവ് ചെയ്യുമ്പോൾ 703,1125 Nm/m. ദെൻ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഇവിടെ ഫ്രെയിം കൺസിഡർ ചെയ്യുമ്പോൾ രണ്ട് കോളം മെമ്പേഴ്സും പാരലാണ്. സോ എഫക്റ്റീവ് സ്റ്റിഫ്നെസ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ K1 പ്ലസ് K2. സോൾവ് ചെയ്യുമ്പോൾ 106,3125 Nm/m. ക്വസ്റ്റ്യനിൽ ബീം മെമ്പറായ BCയിലെ വെയിറ്റ് തന്നിട്ടുണ്ട് 30 ഇൻറ്റു 10⁻6. സോ നമുക്ക് മാസ്സാണ് ആവശ്യം. ദെൻ മാസ് കാൽക്കുലേറ്റ് ചെയ്യാൻ വെയിറ്റ് ബൈ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 305,8108.98 കിലോഗ്രാം. എഫക്റ്റീവ് സ്റ്റിഫ്നെസ്സും മാസും അറിയാം. സോ നാച്ചുറൽ ഫ്രീക്വൻസി ω_n കാൽക്കുലേറ്റ് ചെയ്യാം. നാച്ചുറൽ ഫ്രീക്വൻസി ω_n ഈക്വൽ ടു √K/m. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 0.589 rad/second. ദെൻ ആംപ്ലിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്യാൻ ആംപ്ലിറ്റ്യൂഡ് C ഈക്വൽ ടു റൂട്ട് ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് സ്ക്വയർ പ്ലസ് ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ നാച്ചുറൽ ഫ്രീക്വൻസി ഹോൾ സ്ക്വയർ.
ദെൻ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ √25² പ്ലസ് 25/0.589 സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ 49.26 മീറ്റർ. ദെൻ ആൽഫ കാൽക്കുലേറ്റ് ചെയ്യാൻ ടാൻ ആൽഫ ഈക്വൽ ടു ഇനിഷ്യൽ ഡിസ്പ്ലേസ്മെൻറ്റ് ഡിവൈഡഡ് ബൈ ഇനിഷ്യൽ വെലോസിറ്റി ഡിവൈഡഡ് ബൈ നാച്ചുറൽ ഫ്രീക്വൻസി. ദെൻ ആൽഫ ഈക്വൽ ടു ടാൻ ഇൻവേഴ്സ് 25 ഡിവൈഡഡ് ബൈ 25 ഹോൾ ഡിവൈഡഡ് ബൈ 0.589 സോൾവ് ചെയ്യുമ്പോൾ 30.498. ദെൻ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുള്ള ലാസ്റ്റ് പാർട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേഷൻ ആണ്. ദെൻ ഡിസ്പ്ലേസ്മെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാൻ എക്സ് ഈക്വൽ ടു സി സൈൻ ഒമേഗ ടി പ്ലസ് ആൽഫ. ഒമേഗ അറിയാം, ടി അറിയാം, ആൽഫ അറിയാം, സി അറിയാം. സി ആംപ്ലിറ്റ്യൂഡ്, ഒമേഗ നാച്ചുറൽ ഫ്രീക്വൻസി. വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്യുമ്പോൾ 25.435 മീറ്റർ. ഇന്നത്തെ ടോപ്പിക്സ് എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഓൾ.